സിംഹക്കുട്ടികൾ ഇപ്പോൾ 94 ദിവസം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. വളരെ വിഷമം പിടിച്ച ഒരു ആദ്യത്തെ 2 മാസ കാലഘട്ടം കഴിഞ്ഞു. അവരിപ്പോൾ സോളിഡ് ഫുഡിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫുള്ള് ഹാൻഡ് ഫീഡിങ് മിൽക്കായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ബീഫും ലിവറിൻ്റെ കുറച്ച് പോർഷനും പിന്നെ ചിക്കനുമാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. 2 വാക്സിനേഷൻ കഴിഞ്ഞു, ഡിവോമിങ് കഴിഞ്ഞു, എല്ലാ റെഗുലർ പ്രാക്ടീസുകളെല്ലാം കഴിഞ്ഞു. ഇപ്പോഴും നമ്മളുമായിട്ട് വലിയ ഇണക്കത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ഇനി എപ്പോഴാണ് അവരുടെ വൈൽഡ് ബിഹേവിയർ വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അടുത്ത ഒരു 6 മാസം വരെ നമ്മൾ തന്നെ ആയിരിക്കും ഇതിനെ മാനേജ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ വലിയ എൻക്ലോഷറിലേക്ക് മാറ്റും. അപ്പോഴും വിസിറ്റേഴ്സിന് വിസിബിൾ ആകുന്ന എൻക്ലോഷറിലേക്ക് വരില്ല. ഒരു അഡൽട്ട് ഏജ്, ഒരു സബ് അഡൽട്ട് എങ്കിലും ഒരു 8-9 മാസം പ്രായമായതിനു ശേഷമായിരിക്കും വിസിറ്റേഴ്സിനെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. തിരുപ്പതി സൂ എന്നുള്ള നൈല ലിയോ എന്ന് പറയുന്ന ഒരു ലയൺ പെയറാണ് നമുക്ക് ട്രിവാൻഡ്രം സൂവിൽ 3 കുട്ടികളെ പ്രസവിച്ചത്. പക്ഷേ നൈലയുടെ കഴിഞ്ഞ പ്രസവത്തിലെ കുട്ടികളും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തവണയും ഉണ്ടായ ഒരു കുട്ടി ആദ്യ ദിവസം തന്നെ മരിച്ചുപോയി. കാരണം നൈലയ്ക്ക് മദറിങ് എബിലിറ്റീസ് കുറവാണ്. കുട്ടികളെ നോക്കാനുള്ള ശേഷിയും പാലുൽപാദന ശേഷിയൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈല ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളെ റിജക്റ്റ് ചെയ്തു. നമ്മൾ ആദ്യം ഒരു ഇൻസിറ്റു ഫീഡിങ്, അതായത് കൂടിനകത്ത് തന്നെ നമ്മൾ കയറിയിട്ട് ഫീഡ് കൊടുക്കുന്ന രീതി, മിൽക്ക് കൊടുക്കുന്ന രീതി നമ്മൾ പ്ലാൻ ചെയ്തു. അത് ചെയ്തു. പക്ഷേ എന്നിട്ടും നൈല കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുൾ ഫോസ്റ്ററിങ്ങിനേക്ക് എടുക്കുമായിരുന്നു. അതായത് ഹോസ്പിറ്റലിൽ തന്നെ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ട് കുട്ടികളെ മുഴുവനായിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യുന്നു, നമ്മൾ തന്നെ കുട്ടികളെ വളർത്തുന്ന രീതിയിലേക്ക് മാറ്റി. ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. കാരണം എവറി 4 hours നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യണം. അപ്പോൾ രാത്രി 12 മണിക്കും രാവിലെ 4 മണിക്കും ഒക്കെ ഫീഡിങ് വേണം. ആ സമയത്ത് ഫുൾ സ്റ്റാഫ്, ഞാൻ ഉൾപ്പെടെ അവിടെ ഉണ്ടാകണം. കാരണം എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ഈ ആസ്പിറേഷൻ പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകും. പാല് വലിച്ച് ശിരസിൽ കയറ്റുക എന്ന് പറയുന്നത്, ന്യൂമോണിയയിലേക്ക് പോകാം. അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ വേണമായിരുന്നു. എന്നിട്ട് പോലും ഒരു തവണ ഫീമെയിൽ കബ്, ഇപ്പോൾ സൂരി എന്ന് നമ്മൾ വിളിക്കുന്ന ഫീമെയിൽ കബിന് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായി. അതായത് രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയും ഓൾമോസ്റ്റ് ഡെത്തിനടുത്ത് വരെ എത്തിയായിരുന്നു. പക്ഷേ അപ്പോൾ ഒരു 24 hour ക്രിട്ടിക്കൽ കെയർ കൊടുത്ത് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സൂര്യയാണ് സിംബയേക്കാൾ കുറച്ചുകൂടെ കുസൃതിക്കാരിയും കുറച്ചുകൂടെ വലിപ്പവും ഉള്ളത്. സിംബയ്ക്ക് 12 കിലോ വെയിറ്റ് ഉണ്ട്, സൂര്യയ്ക്ക് 12,500 വെയിറ്റ് ഉണ്ട്.